എല്ലാവർക്കും ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ അത്യാവശ്യമുള്ളൊരു വിഷയത്തെ പറ്റിയാണ് പ്രതികരിക്കുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ തികച്ചും ആശാവഹമല്ലാത്ത നിലയിൽ വിദ്യാർത്ഥികളും കോളേജ് അധികൃതരും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരിക്കുകയാണ്. നിസ്കാരത്തെ ചൊല്ലിയാണ് വിഷയം. നിസ്കാരം നടത്തുവാൻ പ്രത്യേക മുറി അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികളും സാധിക്കില്ല എന്ന് മാനേജ്മെന്റും നിലപാടെടുത്തിരിക്കുകയാണ്. ഇതിലാരാണ് തെറ്റുകാര്, ആരാണ് കുറ്റക്കാര് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാർത്ഥികളും കുറ്റക്കാരല്ല, മാനേജ്മെന്റും കുറ്റക്കാരല്ല. യഥാർത്ഥ കുറ്റക്കാര് ഭരണകൂടമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനും ചിന്താപരമായ വെളിച്ചം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നതിനും വിശ്വമാനവികതയുടെ മഹാസന്ദേശങ്ങൾ നമ്മുടെ മക്കളിൽ എത്തിക്കുന്നതിനുമുള്ള പൊതു ഇടങ്ങളാണ്. പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ കൂണുപോലെ ആരംഭിച്ചത് മൂലം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ഒരു കുറവുണ്ടായി. ഏതാണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഈ പ്രശ്നത്തെ സമൂലമായി പരിഹരിച്ചത്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുറകോട്ടടിക്കുകയും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ മുന്നോട്ട് കുതിക്കുകയും ചെയ്തപ്പോൾ അക്കാദമിക്ക് മേന്മയുണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ആശാവഹമല്ലാത്ത ചില കാര്യങ്ങൾ കൂടി അവിടെ നടന്നു. ഓരോ സമുദായത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീതിച്ചു കൊടുത്തതോടുകൂടി SNDPക്കും NSSനും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും ഓരോ സമുദായങ്ങൾക്കായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീതിച്ചു കൊടുത്തതോടുകൂടി അവരുടെ ദർശനങ്ങളും അവരുടെ സങ്കല്പങ്ങളും അവരുടെ മനോഭാവങ്ങളും എല്ലാം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഇടമാക്കി അവർ മാറ്റി. കഴിഞ്ഞ വർഷം എനിക്ക് സംഭവിച്ച ഒരനുഭവമുണ്ട്. എന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ പറയുന്നു, സാറേ, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് സാറ് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് രാവിലെയും ഉച്ച കഴിഞ്ഞും 2 സെക്ഷനായിട്ട് 4 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വളരെ യാത്ര ചെയ്ത് ആണ് ഞാൻ അവിടെ എത്തിയത്. അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തയ്യാറായി. വണ്ടിയിൽ ഇരിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയമുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാലയങ്ങളിൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ ക്രൈസ്തവർക്കും അതുപോലെ തന്നെ ഹൈന്ദവ വിദ്യാലയങ്ങളിൽ ഹൈന്ദുക്കളായിട്ടുള്ള കുട്ടികൾക്കും മതപരമായ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ, ഓറിയന്റേഷൻ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുമ്പോൾ ഇതര സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായ വെല്ലുവിളികളെ അവര് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഒന്നിൽ അവർക്ക് ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്ക് മാനസികമായ ഒരു അകൽച്ച ഉണ്ടാകുന്നു. ഇത് ആ സമുദായത്തിൽപ്പെട്ട മാനേജ്മെന്റുകൾ മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ മതപരമായ ഒരു ചടങ്ങുകളും ഏത് സമുദായത്തിന്റെ ആണെങ്കിലും മതപരമായ ഒരു ചടങ്ങുകളും നടത്തുവാൻ പറ്റില്ല എന്ന കർശനമായ നിലപാട് സർക്കാർ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം വിദ്യാലയങ്ങളെന്ന് പറയുന്നത് മതപ്രവർത്തനത്തിനുള്ള ഇടങ്ങളല്ല. അത് AI, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലും വലിയ വർദ്ധമാനമായ നിലയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേവലം മതപരമായ ഒരു ചിന്തകൾ അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു വേദിയല്ല. റിസർച്ചും ഗവേഷണവും അക്കാദമിക് മികവും ഹ്യൂമനിസവും ഇന്റർനാഷണൽ പൊളിറ്റിക്സും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ മേഖലയിലൂടെ മാനവരാശി സഞ്ചരിക്കുന്ന സമയത്ത് ഓരോ ചെറിയ കമ്പാർട്ട്മെന്റുകളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യത്യസ്തമായ മതചിന്തകളും സങ്കല്പങ്ങളുമുള്ള വിദ്യാർത്ഥികൾ വരും. ആ അസ്വസ്ഥരായ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുവാൻ വേണ്ടി മതമൗലികവാദികളും അതുപോലെ തന്നെ മത തീവ്രവാദികളും രംഗത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അവരെപ്പോഴാണ് തങ്ങൾക്കൊരു ഇടം കിട്ടുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. അവരത് സമർത്ഥമായി പ്രയോഗിക്കുകയും ചെയ്യും. അങ്ങനെ സമർത്ഥമായി പ്രയോഗിച്ചു കഴിയുമ്പോൾ വർഗീയ ഫ്യൂഡലിസ്റ്റുകൾക്ക് അത് മുതലെടുക്കുവാനും ഒരു മതപരമായും രാഷ്ട്രീയപരമായിട്ടുമുള്ള ഏകീകരണത്തിന് വേദിയാകുവാനും ഇതിനെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 35 വർഷക്കാലം അധ്യാപന മേഖലയിലും പാഠപുസ്തക കമ്മിറ്റിയിലും അധ്യാപക ട്രെയിനിങ് മേഖലയിലും
സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇടതുപക്ഷ വലതുപക്ഷ ബുദ്ധജീവികൾ മാനവികതയെ അടിസ്ഥാനമാക്കി ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതപരമായ ചടങ്ങുകൾ നടത്തുവാനോ മതപരമായിട്ടുള്ള പ്രചാരണം നടത്തുവാനുള്ള ഇടങ്ങളല്ല. അത് അക്കാദമിക് മികവിനുള്ള സ്ഥാപനങ്ങളാണ്. അതിനുവേണ്ടി പൊതു ഇടങ്ങൾ പള്ളികളോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള മുസ്ലിം പള്ളികളോ ഹൈന്ദവ ദേവാലയങ്ങളോ ഒക്കെ അവർ ഉപയോഗിക്കട്ടെ. കുട്ടികൾ സ്കൂളിലേക്കോ കോളേജുകളിലേക്കോ വന്നാൽ അവർക്ക് മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഉള്ള ഒരു ചൈതന്യമാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അപ്രകാരം ചെയ്തില്ലെങ്കിൽ മതമൗലികവാദികൾക്ക് കടന്നു വരുവാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയും രാഷ്ട്രീയമായ അതിപ്രസരത്തിൻ്റെ വേദിയായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുകയും ചെയ്താൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ആർജിച്ച, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജന ആരോഗ്യ രംഗത്തും നമ്മൾ ആർജിച്ച എല്ലാ ഉയർച്ചകളെയും താഴ്ത്തിക്കെട്ടുന്നതായിരിക്കും ഈ നിലപാടെന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.